കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ബുക്കും പേനയൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കണക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലഭ്യമായതാണ് ഫാനിനകത്ത് BLDC ടൈപ്പ്. BLDC ടൈപ്പിനകത്ത് എത്ര ലാഭം എങ്ങനെ വരുന്നു എന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇതൊരു BLDC ഫാനാണ്, ഹാവൽസിന്റെ BLDC ഫാനാണ് കേട്ടോ. ഇപ്പുറത്ത് കുറച്ചുള്ള ഒരു നോർമൽ ഫാനും ഉണ്ട്. ഇത് രണ്ടും ഇടുമ്പോഴുള്ള വ്യത്യാസം നമ്മൾ കാണിച്ചു തരാം. നിലവിൽ നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആംബിയർ എത്ര ഉണ്ടെന്ന് കാണിച്ചത്. ആംബിയർ വെച്ചിട്ട് നമ്മൾ കണ്ടോ ഇവിടെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ 0.64. അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നിലവിലത്തെ അവസ്ഥയിൽ 0.64. നീ ഇവിടെ നിന്നോണേ, ഞാൻ പോയി ആ BLDC ഫാൻ ഓണാക്കാം. ഈ ഫാന് ഓണാക്കുവാണേ. ഈ ഫാൻ ഓണാക്കി ഇതിപ്പോൾ മാക്സിമം സ്പീഡിൽ കിടക്കുകയാണ്. ഫുൾ വാട്ട്സ് എത്ര വാട്ട്സ് എടുക്കുമെന്നാണ് കാണിക്കാനുള്ളത്. എത്ര ആംബിയർ എടുക്കുന്നുണ്ടോ നോക്കാം. .76 ഇങ്ങോട്ട് കാണിച്ചു. 0.76 അത് നമുക്കിവിടെ കുറിക്കാം. 0.76 BLDC ഫാനാണ് കേട്ടോ. അതിൽ ആ ഫാൻ അങ്ങ് ഓഫ് ചെയ്ത മോനെ. ആ ഫാൻ ഓഫ് ചെയ്തു. ഇനി പഴയ ഇതിലേക്ക് തന്നെ വന്ന് കണ്ടോ, 6.4 തന്നെ വന്ന്. ഇനി നമുക്ക് നോർമൽ ഫാൻ ഓൺ ചെയ്യാം. നോർമൽ ഫാൻ ഓൺ ചെയ്യാം കേട്ടോ. നമുക്ക് നോർമൽ ഫാൻ ഓൺ ചെയ്യാം. നമുക്കിപ്പോൾ നോർമൽ ഫാൻ ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോൾ ഇവിടെ എടുക്കുന്ന 9.8 ആംബിയർ. 0.98 ആണേ. നമുക്ക് ഇനി കണക്കിലേക്ക് വരാം. നമുക്ക് ഒരിടത്ത് ഇരിക്കാം. നമ്മളിവിടെ കണക്കിലേക്ക് വരാം. അതായത് നമ്മൾ നോർമൽ 0.64 ആയിരുന്നല്ലോ. 7.6 BLDC ഫാൻ ഓണാക്കിയപ്പോൾ വന്നു നിന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0.76 നിന്നും 6.4 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 12. 0.12 ആംബിയർ ആണ് BLDC ഫാൻ എടുക്കുന്നത്. എന്ന് വെച്ചാൽ എത്ര വാട്ട്സ് എന്ന് അറിയാമോ? വാട്ട്സ് കാണുന്നത് വോൾട്ടേജ് ഇവിടുത്തെ 240 240 ഇൻറ്റു 0.12 0.12 അപ്പോൾ 28.8 വാട്ട്സ്. നമുക്കത് റൗണ്ട് ചെയ്ത് 29 വാട്ട്സ് ആക്കാം. ഇവർ കമ്പനി പറയുന്നത് 28 വാട്ട്സ് ആയിരുന്നു കേട്ടോ. 0.8 കൂടുതൽ കാണിക്കുന്നുണ്ട്. അത് നോക്കണം. എന്തായാലും 29 വാട്ട്സ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോർമൽ ഫാൻ്റെ കഥ എടുക്കാം. 9.8 അതായത് ഫാൻ ഇട്ടപ്പോൾ 0.98 വന്നു നിന്നു. അപ്പോൾ 9.8 മൈനസ് 6.4 34 0.34. നമുക്കിനി എത്ര വാട്ട്സ് എടുക്കുമെന്ന് നോക്കാം. 81.6 വാട്ട്സ്. ഇത് റൗണ്ട് ചെയ്ത് 82 വാട്ട്സ് ആക്കാം. 82. നമ്മുടെ വീട്ടിൽ നോർമലായിട്ടൊരു ഫാന് 12 മണിക്കൂർ കറങ്ങുന്നു എന്ന് വിചാരിക്കുക കേട്ടോ. നോർമൽ രീതിയിൽ നമ്മൾ പറയുകയാണ് 12 മണിക്കൂർ നമ്മുടെ വീട്ടിൽ ഒരു ഫാൻ കറങ്ങുകയാണ്. ഒന്ന് BLDCയും കറങ്ങുന്നു, ഒന്ന് നോർമൽ ഫാനും കറങ്ങുന്നു. രാത്രി 12 മണിക്കൂറോളം എന്തായാലും വിടുമല്ലോ. ആ കണക്കിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ലാഭം, നേട്ടം എന്താണെന്നാണ് പറയുന്നത്. BLDC ഫാൻ്റെ കണക്കിലേക്ക് വരാം. BLDC ഫാന് നമുക്ക് 29 വാട്ട്സ് ആണ് അല്ലേ. ഈ 29 വാട്ട്സ് ഒരു ദിവസം 12 മണിക്കൂർ കറങ്ങുകയാണെങ്കിൽ 29 ഇൻറ്റു 12 നോക്കാം, 348 വാട്ട്സ്. ഒരു മാസം നമുക്ക് നോക്കാം, 348 ഇൻറ്റു 30 എത്രയാ? 10,440. ഇതിനെ നമുക്ക് യൂണിറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് 1000 വാട്ട്സ് ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോഴാണ് ഒരു വാട്ട്സ് വരുന്നത്. അതുകൊണ്ട് 1000 ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. 10,440 ഡിവൈഡഡ് ബൈ 1000 10.44 യൂണിറ്റാണ് BLDC ഫാൻ ഒരു മാസം എടുക്കുന്നത് കേട്ടോ. ഇന്നത്തെ കണക്കനുസരിച്ച് 3 രൂപ 90 പൈസ ഒരു യൂണിറ്റ് കറണ്ടിന് വരുന്നുണ്ട്. എത്ര വരുന്നുണ്ട് നോക്കാം. 40 രൂപ 7.1 41 രൂപ BLDC ഫാനിന് ഒരു മാസത്തേക്ക്. ദിവസം 12 മണിക്കൂർ കറങ്ങി 30 ദിവസത്തേക്കാണെങ്കിൽ 40 രൂപ വരുന്നത്. നമുക്ക് നോർമൽ ഫാനിൻ്റെ കണക്കിലേക്ക് വരാം. എത്ര വാട്ട്സ് എടുക്കുന്നു നമുക്ക് നോക്കാം. നോർമൽ ഫാനിന് 82 വാട്ട്സ് ആയിരുന്നു. 0.34 ആംബിയർ വരുന്നുണ്ട്. അത് നമ്മൾ വാട്ട്സിലേക്ക് മാറ്റുകയാണെങ്കിൽ 82 വാട്ട്സ് വരുന്നുണ്ട്. ഈ 82 വാട്ട്സ് ഒരു ഈ നോർമൽ ഫാൻ 12 മണിക്കൂർ കറങ്ങുകയാണെങ്കിൽ 82 ഇൻറ്റു 12 984 984 വാട്ട്സ്. അപ്പോൾ ഒരു മാസത്തേക്കോ 984 ഇൻറ്റു 30 എത്ര വരുന്നുണ്ട്? ഇൻറ്റു 30 29,520. 1000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 29.52 യൂണിറ്റ് വരുന്നുണ്ട്. നോർമൽ ഫാനും BLDC ഫാനും തമ്മിലുള്ള വ്യത്യാസമാണ്. നോർമൽ ഫാന്
ഒരു മാസത്തേക്ക് 29.52 യൂണിറ്റ് എടുക്കുമ്പോൾ BLDC ഫാൻ എടുക്കുന്നത് വെറും 10.44 യൂണിറ്റ് ആണ്. ബില്ലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 115 രൂപ 12 പൈസ വരുന്നുണ്ട്. എത്രയാണ് നമ്മുടെ നേട്ടം? ഒരു ഫാനിലുള്ള നേട്ടം എത്രയാണെന്ന് നോക്കാം. 115 മൈനസ് 41 74 രൂപ ഒരു ഫാനിൽ നിന്നും മാത്രം, BLDC ഫാനിൻ്റെ ഒരു ഫാനിൽ നിന്നും മാത്രം നമുക്ക് നേട്ടമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 അതിലധികമോ ഉള്ള ഫാനാണെന്നുണ്ടെങ്കിലോ 12 മണിക്കൂർ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ലാഭം ഉണ്ടാവും? 296 രൂപ കറണ്ട് ബില്ലിനത്തിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും ഒരു മാസം മാത്രം കേട്ടോ. 4 ഫാനുള്ളിടത്ത് ഈ 12 മണിക്കൂർ BLDC ഫാൻ മാത്രം കറക്കിയാൽ 296 രൂപ ലാഭം കിട്ടും. നമുക്ക് നോർമൽ ഫാനിൻ്റെയും സാധാ ഫാനിൻ്റെയും വിലയും കൂടി നോക്കാം. അത്യാവശ്യം നല്ല ബ്രാൻഡ് കമ്പനിയൊക്കെ മേടിക്കണമെങ്കിൽ ഒരു 2500 രൂപ ആ ലെവലാവും. BLDC ഫാൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിലോ 2800 രൂപ മുതൽ ബേസ് മോഡൽ ഫാൻ BLDCയുടെ അവൈലബിൾ ആണ്. ഹാവൽസിൻ്റെ ഈ ഫാൻ നമ്മൾ വാങ്ങിച്ചത് 2800 രൂപയ്ക്കാണ് കേട്ടോ. ഇത് ബേസ് മോഡലാണ്. V-Guardന്റെ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മൂവിങ് ആണ്. ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട്. നല്ല രസം. 4700 4900 വേണ്ട വരാം. എന്തായിരുന്നാലും BLDC ഫാന് 5-6 ഫാൻ ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ BLDC ഫാൻ തന്നെ ആയിരിക്കും ബെറ്റർ. 5-6 ഫാൻ ഉള്ളവർക്കാണെങ്കിൽ BLDC ഫാൻ തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത്. മറ്റൊരു കാര്യം, ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ കമ്പനിയും V-Guard, ക്രോംപ്ടൺ, ഓറിയന്റ്, ലൂക്കർ തുടങ്ങിയ ഒട്ടനേകം കമ്പനികൾ 5 കൊല്ലമൊക്കെയാണ് വാറണ്ടി വരുന്നത്. ആറ്റംബർഗ് ആണ് തലതൊട്ടപ്പൻ കേട്ടോ. BLDC ഫാനിൻ്റെ തലതൊട്ടപ്പനായിട്ട് അറിയപ്പെടുന്നത് ആറ്റംബർഗ് ആണ്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളതും ആറ്റംബർഗ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ സ്പീഡിൻ്റെ കാര്യത്തിലും കാറ്റിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നോർമൽ ഫാനിനെക്കാട്ടിലും അത്യാവശ്യം നല്ല രസമുള്ള ഫാനൊക്കെ ഇപ്പം BLDCയിൽ ഇറങ്ങുന്നുണ്ട്. പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ BLDC ടൈപ്പ് ഫാനൊക്കെ നമുക്ക് കറണ്ട് ബില്ലിനത്തിൽ നല്ല ലാഭമുണ്ട് എല്ലാ തരത്തിലും. BLDCയുടെ മോട്ടറൊക്കെ ഇറങ്ങുന്നുണ്ടോ, ചെറിയ കുഞ്ഞ മോട്ടറാണ്, നല്ല ലാഭമുണ്ട്. അപ്പോൾ അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ വാങ്ങി വെക്കാൻ പറ്റുന്നത് BLDC ഫാനുകളൊക്കെ. BLDC ഫാന്, കിച്ചണിലേക്ക് വാങ്ങുന്ന ചിമ്മിനി, ഇലക്ട്രിക് ചിമ്മിനി ഹോബ് ഉണ്ടല്ലോ, അത് നമുക്ക് BLDC ടൈപ്പ് വാങ്ങാൻ പറ്റും. നമ്മൾ വരുന്നത് 260 വാട്ട്സ് വരുമ്പോൾ BLDC വരുന്നത് 80 വാട്ട്സ് ഒക്കെ വരുന്നുള്ളൂ. അതിലും കുറവുള്ളതുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും BLDC ടൈപ്പ് ഉണ്ട്. ഒരു 5 വർഷം കഴിയുമ്പോൾ മിക്കവാറും എല്ലാം BLDCയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. എന്തായിരുന്നാലും BLDC നമുക്ക് എന്തുകൊണ്ടും ലാഭമാണ്. വിലയിലും ഉപയോഗത്തിലും എല്ലാം നമുക്ക് ലാഭമാണ്.